പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഒക്ടോബർ 20 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞിരുന്നു ഇന്ന് ഡോക്യുമെൻ്റ് കയ്യിലുണ്ടാകണമെന്ന്. ഞങ്ങൾ മാസത്തിലൊരിക്കൽ ഇന്ന് വെളുപ്പിൽ എഴുന്നേറ്റപ്പോൾ കർത്താവ് പറഞ്ഞാൽ നിൻ്റെ ഒരു പ്രാർത്ഥന ഡോക്യുമെൻ്റ് വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. കർത്താവ് നമുക്ക് നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണത്. എന്നെ അച്ഛൻ കാണാൻ വരുന്നവരും ഡോക്യുമെൻറ്റും കൊണ്ടല്ലേ വരണത്. എൻ്റെ മക്കൾ ഡോക്യുമെൻ്റ് എല്ലാം കയ്യിലെടുക്കുക. അവിടെ എല്ലാം വിശുദ്ധമായ രക്തം, കർത്താവിൻ്റെ ആത്മീയ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുമേലുള്ള തടസ്സങ്ങളില്ലേ, അത് കൈമാറുന്ന വ്യക്തിയിൽ തടസ്സങ്ങളുണ്ടാകാം, നമുക്ക് കൈമാറാൻ വേണ്ടിയുള്ള തടസ്സങ്ങളുണ്ടാകാം, സാമ്പത്തിക തടസ്സങ്ങളുണ്ടാകാം, ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ടാകാം. വാട്ട് എവർ മേ ബി ദ ഹിൻഡറൻസ്, അതിന്മേലെല്ലാം കർത്താവിൻ്റെ അധികാരം പ്രവർത്തിക്കാൻ പോകുന്ന
അമ്മ കന്യാസ് പറയുന്നത് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പഴ പോലെ വൈദാഘാതം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അവരിന്ന് കടന്നു പോകുന്ന വ്യക്തികളുടെ കൂടെ, എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നീ നടന്നു പോയതുപോലെ കർത്താവ് ഈ മക്കളുടെ കൂടെ നടന്നു പോകാൻ ഞാൻ ഈ മക്കളെ നിന്നെ ഏൽപ്പിക്കുന്നു. കർത്താവെ, സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഈശോയെ. വിശ്വാസമില്ലാത്ത മക്കൾ, പ്രാർത്ഥിക്കാത്ത മക്കൾ, പ്രാർത്ഥന കുറഞ്ഞിട്ടുള്ള ഇടങ്ങൾ എല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. ഈശോ അവരെ അങ്ങ് സന്ദർശിക്കണേ, അടയാളം നൽകണേ കർത്താവേ. Lord Jesus Christ, pour out His Spirit, touch with a fire finger, suck with the precious blood, authority of the Catholic Church, power of Jesus Christ, merit to Sambla Holy Priesthood. I bless and hallow your documents and you yourself. Thank you. Thank you, Jesus. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസിലെ ധ്യാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഫ്രാൻസിൽ നിന്ന് പിന്നീട് ധ്യാനയാത്ര നടത്തിയത് റോമിലേക്കാണ്. റോമയിലെ നമ്മുടെ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു വാക്കബിൾ ഡിസ്റ്റൻസാണ്, 1.6 കിലോമീറ്റേഴ്സ്. അവിടെ സാൻ ജിയോവാനി ബാപ്റ്റിസ്റ്റ എന്നും പറഞ്ഞൊരു വലിയ ബസിലിക്കയുണ്ട്. അവിടെയാണ് ഈ ഉടമ്പടി ധ്യാനം നടത്തിയത്. ഫ്രാൻസിനേക്കാൾ എന്നെ ഞെട്ടിച്ചത് റോമാണെന്ന് തോന്നുന്നത്. എന്നുവെച്ചാൽ ഫ്രാൻസിൽ നമ്മൾ അവിടെ താമസിച്ച് ധ്യാനിക്കുകയല്ലേ 6 ദിവസം, അപ്പോൾ അതിന് ആൾ കുറവായിരുന്നു. റോമിൽ 1 ഡേ റിട്രീറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ 1000-ലധികം ആൾക്കാരാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ആ ബാപ്റ്റിസ്റ്റ് ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ്. ഞാനെല്ലാവരെയും കണ്ട്, ശരിക്കും ഈ 1000 പേരെയും കണ്ടിട്ടാണ് പോകുന്നത്, കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഉടമ്പടി ധ്യാനം നടത്തി. അതെല്ലാം മാതാവ് കറക്റ്റായി. മാതാവ് കൃപാസനം അമ്മ ടൈമിൻ്റെ ആളല്ല, സമയത്തിൻ്റെ കൃത്യം 5:30 ധ്യാനം നിർത്തി ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാവരെയും കണ്ട്. അപ്പോൾ എന്താ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധ്യാനം അവിടെ സംഘടിപ്പിക്കുന്നതിന് എന്നെ സഹായിച്ചത് അവിടുത്തെ കൃപാസനം ഗ്രൂപ്പുകളാണ്. റോമിൽ 2 സൂപ്പർ കൃപാസനം ഗ്രൂപ്പുകളുണ്ട്, 10-100 അംഗങ്ങളുള്ള. അവരെല്ലാ ദിവസവും രാത്രി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. നമ്മുടെ കൃപാസനത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അസിസ്റ്റൻ്റ് അച്ഛൻ ക്ലിൻ്റൻ അച്ഛൻ അവിടെ ഉണ്ട്. അച്ഛനെ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോൾ സണ്ണി അച്ഛനുണ്ട്. പോൾ സണ്ണനാണ് ഇതിൻ്റെ ഓർഗനൈസറായിരുന്നത്. അവരെല്ലാം ഞാൻ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ പള്ളിയുടെ വികാരി പോൾ സണ്ണി അച്ഛനാണ്. ചെറിയച്ഛനുണ്ട്. പിന്നെ നമ്മുടെ ഇടവകയിൽ എൻ്റെ ഏറ്റവും അടുത്ത ആത്മബന്ധത്തിലുള്ള സോണി പനക്കരച്ചൻ. ഇപ്പോൾ ഇവർ എല്ലാവരും ഈ ധ്യാനത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ് തൊട്ട് റോം വരെ പ്രാർത്ഥിച്ച് പോകുമ്പോൾ നമുക്ക് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നും ഇതായിരുന്നു. സ്പിരിച്വാലിറ്റിയിൽ, ആധ്യാത്മികയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തെ വളരണമെങ്കിൽ നമുക്ക് ജെനുവിനിറ്റിയാണ് ഫസ്റ്റ്. ജെനുവിനിറ്റിക്ക് പല മലയാളമുണ്ട്. കലർപ്പില്ലാത്ത, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ, എന്താണ് ഇതാ ഒരു കലർപ്പില്ലാത്ത ഇസ്രയേലിയൻ. അത് തന്നെ സാധനം. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വന്നത് കണ്ടിട്ട് ഈശോ പറഞ്ഞു, ദിസ് ഈസ് എ ജെനുവിൻ ഇസ്രായേൽസ്, ഇൻ ഹിം ദെയർ ഇസ് നോ ഹിപ്പോക്രസി. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ബൈബിൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആത്മീയ വളർച്ചയുടെ മർമ്മമാണ് ജെനുവിറ്റി എന്ന് പറയുന്നത്. ബൈബിൾ മുഴുവൻ നോക്കിയാൽ ഈശോ ആദ്യം പറഞ്ഞത് എന്താണ്? ഫസ്റ്റ്. ഇപ്പം ഉടമ്പടി എന്ന് പറയണത് എന്താ ശരിക്കും പറഞ്ഞാൽ? കൃപാസനം നടക്കുന്ന മരിയൻ ഉടമ്പടി എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം അവൻ പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞത് എന്താ? അവൻ അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇത് ആദ്യം പറഞ്ഞതല്ല, അവൻ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്.
മർക്കോസ് 1:15 അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതപിച്ച് സുവിശേഷത്തിൽ, ഇതാണ് ആദ്യം പറഞ്ഞത്. ഇറ്റ് ഈസ് ഹിസ് പ്രയോറിറ്റി. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് പ്രയോറിറ്റി എന്താണ്? അനുതാപമാണ്. ഉടമ്പടിയുടെയും പ്രയോറിറ്റി എന്താ? അനുതാപമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുതാപത്തിൻ്റെ മേഖലകളെ പിന്നെ അനാവരണം ചെയ്യണതായിരുന്നു ഈശോയുടെ സുവിശേഷം. ഈശോയുടെ സുവിശേഷ യാത്രയുടെ സംഭവം എന്താണ്? അവൻ ആദ്യം പറഞ്ഞ് അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ മർക്കോസിൻ്റെ 1:15 പ്രായോഗിക ആപ്ലിക്കേഷൻ ലെവലാണ് പിന്നീട് അനുതപിക്കുക, എന്തെല്ലാം കാര്യത്തിൽ അനുതപിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അനുതപിക്കേണ്ട ഒരു മേഖലയിലേക്കാണ് പിന്നീട് അവൻ വരണത്. എന്താണ്? മൂന്നാമത്തെ വ്യക്തിയായിട്ട്, ആദ്യത്തെ വ്യക്തിയായിട്ട് കാണുന്നത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ വ്യക്തി ആരാണ്? ഈശോ യോഹന്നാൻ പരിചയപ്പെടുത്തുന്ന വ്യക്തി ജോൺ ദി ബാപ്റ്റിസ്റ്റ്. സെക്കൻഡ്, രണ്ടാമത്തെ ലേഖനത്തിൽ യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ പേഴ്സൺ ബ്ലെസ്ഡ് വെർജിൻ മേരി, മദറാണ്, അമ്മയാണ്. മൂന്നാമത് പരിചയപ്പെടുന്ന വ്യക്തിയാണ് നാഥാനിയേൽ. നാഥാനിയേലിലേക്ക് വരുമ്പോൾ തൊട്ട് അനുതാപത്തിൻ്റെ ക്ലാസ്സുകൾ ഈശോ ആരംഭിക്കാൻ തുടങ്ങും. എന്താണ്? നാഥാനിയേൽ, ഇതാ ഹിയർ കംസ് എ ജെന്യുവിൻ ഇസ്രായേൽസ്. ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. എന്താണ്? ഇവൻ ഹീസ് നോട്ട് ഹിപ്പോക്രാറ്റ്, ഇവന് കാപട്യം ഇല്ല. അപ്പം ആധ്യാത്മിക മർമ്മം എന്ന് പറയണത് നമ്മൾ എന്തുമാത്രം നമ്മളുടെ കാപട്യങ്ങളെ, ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയണത് നമ്മളുടെ കാപട്യങ്ങൾ, അതായത് ദൈവ തിരുസന്നിധി. ഞാൻ എന്നോട് ചോദിച്ച ക്ലിൻറ്റനച്ചോട് പറഞ്ഞേ, എന്നുവെച്ചാൽ ഇതിൻ്റെ വരുന്നൊരു വിഷയം, നമ്മൾ ഗ്രേസ് ബിൽട്ട് അപ്പോൺ നേച്ചർ, അത് ഞങ്ങൾ ദൈവശാസ്ത്രത്തിൽ പഠിക്കുന്നതാണ്. കൃപ ഒരു മനുഷ്യൻ്റെ നേച്ചറിലാണ് വർക്കൗട്ട് ചെയ്ത് വളർന്നു വരുന്നത്. ഈ നേച്ചറിനെ നമ്മൾ കൃപ സ്വീകരിക്കാൻ വേണ്ടി പരുവപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവ് പ്രോബ്ലംസ് നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കും. God himself may create problem to engrace us. അത് നമ്മൾ ഞാൻ ഒത്തിരി പേര് കാണുന്നത്, എന്നിലും കണ്ടിട്ടുള്ള ഒരു സത്യമാണത്. പ്രോബ്ലം തന്നിട്ട് നമുക്കറിയാമല്ലോ, നമുക്ക് ഈ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു സിനിമ കണ്ടിട്ടില്ലേ? ഞാൻ അതിൻ്റെ മൊത്തം കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ടീസറൊക്കെ ഇതുപോലെ യൂട്യൂബ് എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ കാണുന്നതല്ല, ഞാൻ കാണുന്ന ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. വാട്ട് ഇസ് ഹാപ്പനിങ് ദെയർ നോക്കും. ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു ഡയബോളിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. ആരാണത്? അത് ഒരു വ്യക്തി, അവരുടെ പേര് ഗംഗ എന്നാണ്. അപ്പം ഗംഗയിൽ തന്നെ വേറൊരു വ്യക്തിയുണ്ട്. ആരാണത്? നാഗവല്ലി. അപ്പം അവിടുത്തെ ആ ഒരു സ്ഥലത്ത് ഈ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നു. എന്നിട്ട് ഈ അവിടുത്തെ മനഃശാസ്ത്രത്തിൻ്റെ പരിപാടി എന്താ? ഗംഗ തന്നെയാണ് നാഗവല്ലി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നാഗവല്ലി ആക്കാതിരിക്കാൻ വേണ്ടി വേറൊരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്ന് വീട്ടുകാർ ഭ്രാന്തിയായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഗംഗയെ സംരക്ഷിക്കുന്നുണ്ട്. അല്ല, അത് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്നിട്ട് ഈ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ കൂടി പോട്ടെ എന്ന് ഈ ഗംഗ ചോദിക്കും. അപ്പോൾ ഈ നകുലം പറയും, നീ പോകണ്ട എന്ന്. ഗംഗ പോകണ്ട എന്ന് പറയും. പിന്നെ പോകാൻ നേരെ ആകുമ്പോൾ പിന്നീട് ചോദിക്കും, അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിരുന്നതാണല്ലോ, പോകാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇപ്പം പിന്നെ എന്താ ഇപ്പം എന്താ ഇങ്ങനെ? ഗംഗ പോകണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ പോകണ്ടേ? എന്നെ വിടമാട്ടെ?
ഇല്ല, ഗംഗ പോകണ്ട, വിട്ടമാട്ടേൻ എന്ന അപ്പോൾ ഇവരുടെ ഭാവങ്ങൾ മാറിയിട്ട് നാഗവല്ലി പുറത്ത് വരും. അപ്പോൾ എന്നിട്ട് ഈ നാഗവല്ലി അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവരവരുടെ രീതിയിൽ. സ്പിരിച്വാലിറ്റിയിൽ ഈ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഉള്ളിലല്ല. അതുകൊണ്ടാണ് ഈ നെയ്യാൾ വരുമ്പോൾ ഉടനെ പറയണത് ഇവനിൽ നാഗവല്ലി ഇല്ലെന്ന് പറയും. ആരാണ്? നാദാനിയിൽ വരുമ്പോൾ ഇവനിൽ നാഗവല്ലി ഇല്ല, ഇവനിൽ വേറൊരു കഥാപാത്രം ഇല്ല, ഇവൻ മാത്രമേ ഉള്ളൂ. ഇവനെ വർക്ക് ചെയ്യാൻ എളുപ്പമാണ് ദൈവത്തിന്. മർമ്മം അതാ. പക്ഷേ എന്നിട്ട് പറയും വേറൊരാളുണ്ടായിരുന്നു, അയാൾ എത്ര വലിയ ഉന്നതനാണെന്ന് പറഞ്ഞാലും അയാളിൽ വേറൊരു പേഴ്സണാലിറ്റി ഉണ്ട്, യാക്കോബ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണത്. യാക്കോബ് അയാൾക്ക് 2 പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറയും. ഈ 2 പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ഈ ലൂർദ് തൊട്ട് ഹുറോം വരെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നതും ഈശോ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നതും എല്ലാം ധ്യാനിപ്പിക്കുമ്പോൾ നിൻ്റെതായാലും മറ്റുള്ളവരായാലും ഈ ഡബിൾ പേഴ്സണാലിറ്റിയെ ട്രീറ്റ് ചെയ്യണമെന്ന് വചനം. അതിനെ അഡ്രസ്സ് ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഒരു അതർ മാനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. അപ്പോസ്തലന്മാരിലും ഉണ്ട് ഇതുപോലെയുള്ള ഒരു പ്രശ്നങ്ങൾ, അപ്പോസ്തലന്മാരിലും ഉണ്ട്. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യണത്, അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. അല്ലാതെ എവിടെയെങ്കിലും പോയി കുറച്ച് ധ്യാനങ്ങൾ കൂടിയിട്ട് അത് തെറ്റാണ് ഇത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനുതാപം ഉണ്ടാക്കി തൽക്കാലം കുമ്പസാരിച്ചിട്ട് ഒരു അഭിഷേകം മേടിച്ചിട്ട് അവിടുന്ന് പിരിയുക, അങ്ങനെയുള്ള ഒരു മിനിമം പ്രോഗ്രാം ഒന്നും ആധ്യാത്മികയിലില്ല. യു ക്യാൻ ഡു ഇറ്റ്, വി കനോട്ട് ബട്ട് ഡു ഇറ്റ്. അങ്ങനെ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ തന്നെ പൂർണ്ണമല്ലെന്ന് എപ്പോഴും ഓർക്കണം. കാര്യം എന്താണ്? ആത്മീയ അന്വേഷണം വീണ്ടും തുടരണം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.